അപ്പൊ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത്തിരി കൂടുതലുള്ള ദിവസമാണ് കേട്ടോ. ഒരു പാർട്ടിക്ക് സ്റ്റൂവും അപ്പവും കുറച്ച് കൂടുതൽ തന്നെ വേണം. അത് കൂടാതെ നമുക്കിവിടെ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ചെറുപയർ കുക്കറിലിട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 2 വിസിൽ മതി കേട്ടോ. എൻ്റെ ഈ കുക്കറിൽ 2 വിസിൽ മതി. ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നാളികേരമൊക്കെ അരച്ചിട്ട് ജീരകമൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന പയർ കറിയാണ് കേട്ടോ എന്ന് ഉണ്ടാക്കണത്. പുട്ടും ആ ഒരു പയർ കറി നല്ല ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ, എൻ്റെ ഈ ഒരു കുക്കർ 10 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അതിൽ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, അതേപോലെ തന്നെ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ച അട്ടാണി ഉണ്ടല്ലോ, ഇത് പീസ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊരു 100 അപ്പവും ഒരു 10-60 പേർക്കുള്ള സ്റ്റൂമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഒരുമിച്ച് കൊടുക്കാനുള്ള ഓർഡറാണ്. അപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. കടുകും മുളകും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നാളികേരം ഒരല്പം ജീരകമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പവും മിസ്റ്റൊക്കെ നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 7:30 കൊടുക്കണമല്ലോ, നമുക്ക് റെഗുലറായിട്ട് കൊടുക്കുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം റെഡിയാക്കുകയാണ്. അപ്പോൾ ചെറുപയറിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ചെറുപയർ കറി ഞാൻ പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഒന്നും കൂടെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ജീരകവും നാളികേരവും കൂടെ അരച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറുപയർ കറിയൊക്കെ പാക്ക് ചെയ്യാണ്. സോമചേട്ടൻ അവിടെ പുട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പവും ഇസ്റ്റും ഒരു 10-60 പേർക്കുള്ള ഇസ്റ്റു ആണ്. അതേപോലെ തന്നെ ഒരു 100 അപ്പം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് നമുക്കത് കൊടുത്താൽ മതി. കസ്റ്റമർ ഇവിടെ വന്ന് എടുത്തോളും കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു വിട്ടു. പിന്നെ അടുത്ത സെക്ഷൻ ഇസ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5-8 തേങ്ങയുടെ നാളികേരം എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കറുവപ്പട്ട, കറിയാമ്പ്, ഏലക്കായ ഇട്ട് കൊടുത്തു. ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുത്തു. സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട കേട്ടോ. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കാറില്ല. ഒന്ന് വാടി നന്നായിട്ട് ആ ട്രാൻസ്പെറൻ്റൊക്കെ ആയി ഒന്ന് ഇങ്ങനെ മുരിഞ്ഞു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നൊരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആ 2-ാം പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാറില്ല. ഇപ്പോൾ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചേർക്കും. അപ്പം അതിൻ്റെ തന്നെ കുറച്ച് ഒരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാര നന്നായിട്ട് കുറുകി വന്നപ്പോഴേ 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ചെറിയൊരു മധുരം നല്ലതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 2-ാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് വറ്റി വന്നപ്പോഴാണ് കേട്ടോ ഈ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികളിലെല്ലാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയാണെന്ന്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ സോമൻചേട്ടൻ എത്തിയിട്ടുണ്ട്. സോമൻചേട്ടൻ ഫുഡ് കൊടുക്കാൻ പോയേക്കുമായിരുന്നു. സോമൻചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ കൊടുക്കാനുള്ള ഇതൊക്കെ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റൂ റെഡിയായി. അങ്ങനെ നമ്മുടെ അപ്പവും സ്റ്റൂ ഒക്കെ നമ്മൾ കൊടുത്തു വിടാനൊക്കെ നമ്മൾ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു.
ഇപ്പം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പരിപാടികൾക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെയ്ബറെ കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്, പഴുത്ത മാങ്ങ. അപ്പോൾ ഈ പഴുത്ത മാങ്ങ ആണെങ്കിൽ പോലും ഒട്ടും മധുരം ഇല്ല കേട്ടോ, ഒരു പുളിരസമൊക്കെ ഉണ്ട് നന്നായിട്ട്. പക്ഷെ എന്നാലും ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് മാങ്ങയുടെ. അപ്പം ഞാനതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളെ കുക്കറിലാണ് കേട്ടോ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണേ. കാളനല്ല, മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ തൊലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ ആ സത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ നമ്മൾ മാമ്പഴമൊക്കെ എടുക്കുന്നത്, മാമ്പഴമൊക്കെ കറി വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗം ആവുമല്ലോ. ഇനി അതിലേക്ക് നമ്മൾ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്ത ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഒരു 2-3-4 വിസിൽ വരുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുക്കറിൽ വെച്ചാലേ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണല്ലോ നോക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ധൃതിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേഗം കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരത്തിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മുളക് ചേർക്കാം. ഞാൻ ഈ മാമ്പഴപ്പുളിശ്ശേരിയിലും ഒരു ടാനിലൊക്കെ വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കാറുള്ളൂ കേട്ടോ. കൂടുതലും ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ഏതാണ്ട് 1 ലിറ്ററോളം തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് കൂട്ടാൻ അധികം വേണ്ടതുകൊണ്ട് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ 3-4 വിസിലൊക്കെ വന്നപ്പോൾ ഞാനതൊരു വൈഡായ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയിലൊക്കെ. അതിനുശേഷം നമ്മൾ അതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് രണ്ടാം കൂട്ടാൻ എന്തെങ്കിലും വേണം. ഇപ്പോൾ നമ്മൾ സെമി ഗ്രേവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറിയും കൂടെ രണ്ടാമത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പം അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഗ്രേവിയോടുകൂടി ഉണ്ടാക്കാം. അതല്ല സെമി ഗ്രേവി ആയിട്ടാണെങ്കിൽ നാളികേരമൊക്കെ ചേർത്തിട്ട് വെള്ളം കുറച്ചിട്ട് അത് അങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച നാളികേരവും തൈരും കൂടെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് തൈര് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ പുളിശ്ശേരി ആണെങ്കിലും ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചൊന്ന് ഒരിത്തിരി അധികം ലൂസ് എന്ന് പറയാൻ പറ്റില്ല, അധികം കാളൻ്റെ പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ റെഡിയായി. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ തക്കാളിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി പോവാണ് കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക്, ഒരൽപ്പം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ ഈ ഒരു സമയത്ത് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ മുളക് പൊടി ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കളർ ഇത്തിരി കുറവാണെന്ന് തോന്നിയാൽ അതും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അവർ നല്ല കളറും കിട്ടും, കൂടാതെ ആ ഒരു നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ. മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി സെറ്റായി കേട്ടോ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. എപ്പോഴും ഈ അച്ചിങ്ങയും കായയും മെഴുക്കുവരട്ടി, അതേപോലെ ക്യാബേജ് തോരൻ, ക്യാബേജും ക്യാരറ്റും തോരൻ ഇതൊക്കെ ഉണ്ടാക്കി മടുത്തു. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് ഉരുളക്കിഴങ്ങാണ് കേട്ടോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ചെറിയ ചൂടിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ സവാള ഒന്നും ചേർക്കണില്ല.
ഇത്രയേ ഉള്ളൂ ഇത് പരിപാടികൾ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. നല്ല സ്വാദാണ് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ, എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് വെന്ത് വരാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ അത്രയും എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരവും അതേപോലെ തന്നെ കുറച്ച് 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തക്കാളിക്കറിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചൊഴിക്കണം. അപ്പോൾ അതൊന്ന് വാങ്ങി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് മുളകൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി കൂട്ടാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടിട്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെഴുക്ക് വരട്ടി ആയാലും തോരനായാലും എന്തായാലും ലാസ്റ്റ് നമ്മൾ ആ ഒരിത്തിരി വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരല്പം കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീൽസ് പാക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ മീൽസ് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഈവനിങ്ങിൽ നമുക്കൊരു ഡിന്നറിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയാണ്. അപ്പം അതിനുള്ള റൈസ് നമ്മളൊന്ന് വേവിച്ച് വെക്കുവാണ്. ഞാൻ എപ്പോഴും റൈസ് നമ്മൾ നേരത്തെ വേവിച്ച് വെക്കും. അപ്പോൾ റൈസ് നേരത്തെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറി സെറ്റായിട്ട് വരണം. അതല്ലെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ റൈസൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ച റൈസാണ്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തു. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. ഇനി വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസൊക്കെ അവിടെ ആയി വരുന്നുണ്ട്. അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ ആ ലോഷൻ ഏതാണെന്നുള്ളത്. അത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ലോഷനാണ്. ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതിന്. അത് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ബ്രാൻഡ് പറയാനായിട്ടില്ല. അതൊരു ഈ കുടുംബശ്രീ പോലെയുള്ള ഒരു സംരംഭം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ലോഷനാണ് കേട്ടോ. ഞാൻ മറ്റേ വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ പാത്രങ്ങൾ കഴുകണ ലിക്വിഡ്, ഈ ഫ്ലോർ തുടയ്ക്കണ ഇത്, അതേപോലെ നമ്മളുടെ ടൈൽ ക്ലീനർ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവരുടെ അടുത്ത് നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടുവാണ്. അപ്പോൾ ഇനി അതിനുശേഷം നമുക്കൊരു 5 മണിയോടുകൂടി നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് വരേണ്ടി വരും കേട്ടോ ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ വൈകിട്ട് ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു പിടി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ബട്ടർ പനീറിലേക്ക് സവാള കുറവും തക്കാളി കൂടുതലുമാണ് ഇട്ട് എടുക്കാറ്. ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, പനീറിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല. ഈ ഒരു തക്കാളിയുടെയും കശ്മീരി മുളക് പൊടിയുടെയും ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മളെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ പനീറൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. നമ്മളിത് ഫ്രീസറിൽ വെക്കണതാണല്ലോ. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത്തിരി നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടിരിക്കും പനീറൊക്കെ. അത് ഇതുകൊണ്ടാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത വഴി നമ്മളിങ്ങനെ, അതുപോലെ കുറേ നേരം ഇങ്ങനെ പനീർ കറിയിൽ കിടന്നിട്ട് ഇങ്ങനെ വേവാൻ പാടില്ല. ഒരുപാട് നേരം വെന്ത് കഴിഞ്ഞാലും അങ്ങനെ ഹാർഡായി പോകുമെന്ന് പറയണ കേൾക്കാം. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ വന്നപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ പനീർ മസാലയൊക്കെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ആ സെയിം ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ മൂത്ത് വന്നപ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് ഇങ്ങനെ ആ ഒരു കുറുകി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് കേട്ടോ നമ്മൾ പനീർ ചേർത്ത് കൊടുക്കണേ. ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കുമ്പോഴാണ് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഞാൻ നന്നായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇടുമ്പോഴാണ് ആ ഒരു നോർത്തിൻ്റെ ഫ്ലേവർ വരുന്നത്. ഇനി അല്പം മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒരു സമയം എടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഞാനങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് കുറുകി വന്നപ്പോൾ നമ്മൾ പനീർ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ സോസ്, ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. സാധാരണയായിട്ട് ആൾക്കാർ ഇതിൽ മധുരം പഞ്ചസാര ചേർക്കുമെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ പഞ്ചസാര ആഡ് ചെയ്യാറില്ല, അതിന് പകരമായിട്ട് ടൊമാറ്റോ സോസാണ് ചേർക്കാറ്. അപ്പോൾ റെഡിയായി നന്നായിട്ട് കുറുകി റെഡിയായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്ത് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തു. ഒത്തിരി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തു. ഇനി ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഞാൻ ബട്ടറും പനീർ എന്ന് പറഞ്ഞാൽ ബട്ടറിൽ മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കുക. വേറെ ഒരു ഓയിലും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാറില്ല കേട്ടോ. മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്നും ആഡ് ചെയ്യാറില്ല, ബട്ടർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, വെളുത്തുള്ളി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ സെലറി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുത്തു. ഇനി പച്ചക്കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതൊരു പകുതി വേവായാൽ മതി, ഒരുപാട് ഇങ്ങനെ ഇതാവൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് പഞ്ചസാര, വിനാഗിരി, കുരുമുളക് പൊടി, അതുപോലെ സോയാ സോസ് ഇത്രയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി വേവിച്ച് വെച്ച റൈസ് നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്, ചൂടാക്കി ആറി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും റെഡി ആവും. അപ്പോൾ ഈ റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതേപോലെ കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ലാസ്റ്റ് ഇതേപോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ചെയ്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴും അത് ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്ടിക്ക് കൊടുക്കാനുള്ള പാത്രത്തിലേക്കൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ റൈസൊക്കെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പനീറാണ് കേട്ടോ പാക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ പനീറൊക്കെ നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നു കേട്ടോ. ആ കുറുകി സെറ്റായിട്ട് വന്നു. ആ പനീറിൻ്റെ ഒരു കളർ കണ്ടില്ലേ, നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ തക്കാളിയുടെയും ആ ഒരു കശ്മീരി മുളക് പൊടിയുടെയൊക്കെ ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ അച്ചാറും സാലഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ബിരിയാണിയുടെ കൂടെ മാത്രമാണ് സാലഡ് അച്ചാറൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.